ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പ്രാവശ്യം മഞ്ഞൾ കൃഷി ചെയ്യുന്നുള്ളത്. വീട്ടിൻ്റെ മുകൾ ടെറസിൽ നമുക്ക് വീടിന് ചുറ്റുപാട് സ്ഥലം പരിമിതമാണ്. നമുക്ക് വീട്ടിൻ്റെ പറമ്പിലായിട്ട് നടാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് നമ്മൾ ചെയ്യുന്നുള്ളത്. വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എപ്പം ചെയ്യാറുണ്ട്. ഇത് റോ ബാഗിലേക്ക് നമ്മൾ കമ്പോസ്റ്റ് വളം ഇതെല്ലാം ചവറുകളെല്ലാം മിക്സ് ചെയ്ത് ഇതായിട്ട് വെച്ച് സെറ്റാക്കി. ഇത് ഒരാഴ്ചക്ക് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വിത്ത് നടുന്നുള്ളത്. വിത്ത് നട്ട് നമ്മൾക്കിപ്പോൾ മുളക് വന്ന ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളത്. ഇതിൻ്റെ കളയെല്ലാം വെച്ച് ഇതിലൊക്കെ പുല്ലൊക്കെ മുളച്ചിട്ടുണ്ടാവും. അതിനെല്ലാം ഇതാക്കി വൃത്തിയാക്കി നമ്മൾ വെച്ച് ഒരാഴ്ചക്ക് ശേഷം വീണ്ടും വളമിട്ട് കൊടുക്കണം. ഇതുപോലെ നമുക്ക് കൃഷി ചെയ്താൽ നമുക്ക് വീട്ടിൽ നമ്മളെ ആവശ്യത്തിനുള്ള മഞ്ഞൾ നമുക്ക് സ്വന്തമായി നമ്മളെ വീട്ടിലുള്ള നമ്മളെ ആവശ്യത്തിനുള്ള മഞ്ഞൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നല്ല രീതിയിൽ നമുക്ക് നല്ല ശുദ്ധമായ മഞ്ഞളാണ് നമുക്ക് കിട്ടുന്നുള്ളത്. ഇതുകൊണ്ട് നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റോ എന്തൊരു കാര്യങ്ങളോ ഇല്ല. എൻ്റെ മഞ്ഞൾ കൃഷിയിൽ ഇപ്പം തിളർത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളയൊക്കെ പറിക്കാനുണ്ട്. ഇലയെല്ലാം പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട്. നമ്മളെ ആവശ്യത്തിനുള്ള മഞ്ഞൾ ഇലയട ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഇല മുറിക്കുന്നത് രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നല്ല ശുദ്ധമായ മഞ്ഞളാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നുള്ളത്. നമ്മളെ അത്യാവശ്യക്കാർക്ക് നമുക്ക് മഞ്ഞൾ കൊടുക്കാനും പറ്റുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് നല്ല ശുദ്ധമായ മഞ്ഞൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ ഗായ്.